अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन रक्ष रक्ष महेश्वरी पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि कोमलं कूजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं वरं ब्रह्म भासदां पुरतो मम श्रीगुरुवायूरप्पा शरणं സൽഗുരോ ശരണം അമ്മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശസ്കന്ധേ അഥ പ്രഥമോധ്യായ. ശ്രീ ബാദരായണിർവാച കൃത്വാ ദൈത്യവധം കൃഷ്ണ സരാമോ യദുഭിർവൃതാം ഭുവോവതാരയദ്ഭാരം ജവിഷ്ഠം ജനയൻ കലിം യേ കോപിതാസു ബഹു പാണ്ഡുസുതാ സപത്നയർ ദുർദ്യൂതഹേളനഗജ ഗ്രഹണാദിവിസ്താൻ കൃത്വാ നിമിത്തമിതരേതരതഃ സമേതാൻ ഹത്വാ നൃപാൻ നിരഹരച്ഛിതിഭാരമീശ ഭൂഭാരരാജപ്രദനാം പ്രദനായതുഭിർനിരസ്യ ഗുപ്തൈः സ്വബാഹുഭിരചിന്തയത പ്രമേയ മന്യേ വനേർന്നനുഗതോപ്യഗതം ഹി ഭാരം യദ്യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ നൈവാന്യത പരിഭവോസ്യ ഭവേത് കഥഞ്ചിന്മത്സംശ്രയസ്യ വിഭവോന്നഹനസ്യ നിത്യം അന്തഃകലിം യദുകുലസ്യ വിധായ വേണുസ്തംഭസ്യ വന്യമിവ ശാന്തിമുവൈമിധാമം ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ്പ ഈശ്വര ശാപവ്യാജേന വിപ്രാണാം സംജഹ്രേ സ്വകുലം വിഭു സ്വമൂർത്യാലോകലാവണ്യ നിർമുക്ത്യാലോചനം നൃണാം ഗീർഭിസ്താ സ്മരതാം ചിത്തം പദൈസ്താനീക്ഷതാം ക്രിയാ ആച്ഛിദ്യകീർത്തിം സുശ്ലോകാം വിദത്യ ഹ്യഞ്ജസാനുഗൗ തമോനയാ തരിഷ്യന്തീത്യഗാത് സ്വം പദമീശ്വര. രാജോവാച ബ്രഹ്മണ്യാനാം വദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാവകതമഭൂത് കൃഷ്ണീനാം കൃഷ്ണചേതസാം യന്നിമിത്ത സ വൈ ശാപോ യാദൃശോ ദ്വിജസത്തമാം കഥമേകാത്മനാം ഭേദ ഏതത് സർവം വദസ്വ മേ. ശ്രീശുക ഉവാച ബിഭ്രദ്വപു സകലസുന്ദരസന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമം ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തൃമൈച്ഛത കുലം സ്ഥിതകൃത്യശേഷം കർമാണി പുണ്യനിവഹാനി സുമംഗളാനി ഗായൻ ജഗത് കലിമലാപഹരാണി കൃത്വാ കാലാത്മനാ നിവസതായതു ദേവഗേഹേ പിണ്ഡാരകം സമഗമൻ മുനയോ നിസൃഷ്ടാ. വിശ്വാമിത്രോസിതക്കണ്ണോ ദുർവാസാ ഭൃഗുരംഗിരാം കശ്യപോ വാമദേവോത്രയർവസിഷ്ഠോ നാരദാദയാം ക്രീഡന്തസ്ഥാനുപവ്രജ്യ കുമാരായതു നന്ദന ഉപസംഗൃഹ്യ പപ്രച്ചുരവിനീതവൽ തേ വേഷയിത്വാ സ്ത്രീവേഷൈ സാംബം ജാംബവതീസുതം ഏഷാ പൃച്ഛതി വോ വിപ്രാം അന്തർവന്യസിതേക്ഷണാം പ്രഷ്ടും വിലജ്ജതി സാക്ഷാൽ പ്രഭൃതാമോഘദർശനം പ്രസോഷ്യന്തി പുത്രകാമ കിം സ്വിത് സജ്ജനയിഷ്യതി. ഏവം പ്രലബ്ധാ മുനയസ്താനുജു കുപിതാ നൃപ ജനയിഷ്യതി വോ മന്ദാമുസലം കുലനാശനം. തച്ഛ്രുത്വാദേതി സന്ത്രസ്താ വിമുച്യ സഹസോദരം സാംബസ്യ ദദൃശുസ്തസ്മിൻ മുസലം ഖല്വയസ്മയം. കിം കൃതം മന്ദഭാഗ്യേർന കിം വിദിഷ്യന്തിനോ ജന ഇതി വിഹ്വലിതാഗേഹാനാദായ മുസലം യയു തച്ചോപനീയ സദസി പരിമ്ലാനമുഖശ്രിയാം രാജ്ഞ ആവേദയാഞ്ചക്രു സർവയാദവസന്നിധൗ. ശ്രുത്വാ മോഘം വിപ്രശാപം ദൃഷ്ട്വാ ച മുസലം നൃപ വിസ്മിതാ ഭയസന്ത്രസ്ത ബഭൂർദ്വാരകൗകസാം. തച്ചൂർണയിത്വാ
മുസലം യദുരാജ സ ആഹുക സമുദ്രസലിലേ പ്രാസ്യല്ലോഹം ചാസ്യാവശേഷിതം കശ്ചിന്മത്സ്യോഗ്രസീല്ലോഹം ചൂർണാനി തരളൈസ്തദാ ഉഹ്യമാനാനി വേലായാം ലഗ്നാന്യാസൻ കിലൈരകാം മത്സ്യോ ഗൃഹീതോ മത്സ്യഘ്നൈർജാലേനാന്യൈ സഹാർണവേ തസ്യോദരഗതം ലോഹം സശല്യേ ലുബ്ധകോ കരോത് ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദന്യഥ കർത്തൃം നൈച്ഛത് വിപ്രശാപം കാലരൂപ്യന്യമോദതാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ പ്രഥമോധ്യായാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പിഴയാകിലും പിഴക്കടന്നാകിലും തിരുവുള്ളം അരുൾക ഭഗവാനെ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരുഃ കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണൈനേഹ സുരക്ഷിതോഹമസകത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണതുഭ്യം നമഃ. ശ്രീകൃഷ്ണാവതാരമടക്കമുള്ള കാര്യങ്ങൾ, ഭഗവത് ലീലകൾ, അതൊക്കെ വളരെ സവിസ്തരം 90 അധ്യായങ്ങളിലൂടെ പറഞ്ഞു തന്ന ശേഷം ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ആ ഭൂമിഭാരം തീർത്തതായ കഥകൾ ദശമസ്കന്ധത്തിൽ പറഞ്ഞു എന്നും അത് ഏത് തരത്തിലാണ് ആ ഭൂമിഭാരത്തെ ഭഗവാൻ തീർത്തത് എന്നുള്ള കാര്യങ്ങൾ ആ ദശമസ്കന്ധത്തിൽ സവിസ്തരം പറഞ്ഞു എന്ന് ശുഗമുനി പരീക്ഷിത മഹാരാജാവിനോട് പറയുകയാണ്. അതിനായിട്ട് ഭഗവാൻ ബലരാമനെയും മറ്റു ചില യാദവ രാജാക്കന്മാരെയും ഈ ശത്രുനിഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെയൊക്കെ സഹായം തേടുകയുണ്ടായി. അതുപോലെ അതിലേറ്റവും പ്രധാനമായിട്ട് ആ കൗരവ വംശത്തെ നശിപ്പിച്ചത് കള്ളച്ചൂതിലൂടെയും പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിലൂടെയും പാണ്ഡവന്മാരെ വളരെയധികം ഉപദ്രവിച്ച, ആ ദുഷ്പ്രവൃത്തികൾ ചെയ്ത കൗരവന്മാരെ മുഴുവൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ ഭൂമിയുടെ ഭാരം ഭഗവാൻ തീർക്കുകയുണ്ടായി. എന്നാൽ ഇതുകൊണ്ടും ആ ഭൂമിയുടെ ഭാരം തീരുന്നില്ല എന്ന് ഭഗവാന് ഒരു ചിന്ത. എന്താണ്? ഭൂപാരരാജപൃതനായതുഭിർനിരസ്യ കുപ്തൈഃ സ്വബാഹുഭിരചിന്തയദപ്രമേയ മന്യേവനേർന്നനുഗതോ അപ്യഗതോ ഹി ഭാരോ യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ. ആ ഭൂമിഭാരം തീർക്കുന്നതിന് ഭഗവാനെ വളരെയധികം സഹായിച്ച ആ തൻ്റെ വംശക്കാരായിട്ടുള്ള യദുക്കൾ തന്നെ മനുഷ്യ സഹജമായ അഹങ്കാരം മൂലം ഇപ്പോൾ ഭൂമിക്കൊരു ഭാരമായി തീർന്നിരിക്കുന്നു. തൻ്റെ വംശക്കാർ തന്നെ ആരാണോ ഭൂമിയുടെ ഭാരം കുറക്കാൻ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചത്, അയാളുടെ വംശക്കാർ തന്നെ ഇപ്പോൾ
ആ മനുഷ്യസഹജമായ അഹങ്കാരാദികളാൽ ഭൂമിക്കൊരു ഭാരമായി തീർന്നിരിക്കും എന്നുള്ള ഒരു ചിന്ത ഭഗവാനുണ്ടാകുകയാണ്. അവരുടെ ബലവീര്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി അവരെയും കൂടി, തൻ്റെ ആ യാദവകുലത്തെയും കൂടി ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ ഭൂമിയുടെ ഭാരം മുഴുവനായിട്ട് ഇല്ലാതാകൂ, ഭൂമിഭാരം മുഴുവനായിട്ട് ഒഴിയുകയുള്ളൂ എന്ന് ഭഗവാന് ഒരു ചിന്ത ഉണ്ടാവുകയാണ്. എന്നാൽ നൈവാന്യത പരിഭവോസ്യ ഭവേത് കഥഞ്ചിൻ മത്സംശ്രയസ്യ വിഭവന്നഹനസ്യ നിത്യം അന്തക്കലിമ്യതുകുലസ്യ വിധായ വേണു സ്തംഭസ്യ വന്യമിവ ശാന്തിമുപേമി ധാമ. തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു നാശം അത് ഉണ്ടാവുകയില്ല. അതിനാൽ ഇവർ തമ്മിൽ തന്നെ കലഹിക്കണം. അങ്ങനെ പരസ്പരം കലഹിച്ച് യുദ്ധം ചെയ്ത് ഈ വംശം ഇല്ലാതായിക്കോളും. ഒരു മുളങ്കാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന തീ ആ ഒരു വനത്തെ തന്നെ മുഴുവനായിട്ട് നശിപ്പിച്ച് അത് തനിയെ കെട്ടടങ്ങും ആ തീ. അതുപോലെ ഇവരെ അന്യോന്യം കലഹിപ്പിച്ച് ആ വംശത്തെ ഇല്ലാതാക്കണം. അങ്ങനെ അതിനുശേഷം തനിക്കും ആ പരമസ്ഥാനത്തെ പ്രാപിക്കണം എന്നുള്ള ഒരു ചിന്ത ഭഗവാന് ഉണ്ടാവുകയാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുനിയോട് രാജാവിനൊരു സംശയം. എങ്ങനെയാണ് ഈ കൃഷ്ണനെ തന്നെ ഉപാസിക്കുന്ന യാദവന്മാർക്ക് ആ ബ്രാഹ്മണശാപം ഉണ്ടായത്? ബ്രാഹ്മണന്മാർക്ക് ഭഗവാനെ അത്രയധികം പ്രിയമാണല്ലോ. നിത്യം ഭഗവാനെ ഉപാസിക്കുന്ന ആ ബ്രാഹ്മണർക്ക് എങ്ങനെ ആ ഭഗവാന്റെ വംശത്തെ മുടിക്കാൻ സഹായിച്ചിട്ടുള്ള ആ ഒരു ശാപം അതെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള കാരണം എന്താണ്, എങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ ശാപത്തിനുള്ള കാരണം എന്താണ് എന്നുള്ള ആ ഒരു സംശയം പരീക്ഷിത മഹാരാജാവ് ആ ശ്രീശുകനോട് ചോദിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഉത്തരമായിട്ട് ആ ശ്രീശുക ബ്രഹ്മർഷി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ വംശത്തെ മുഴുവനായിട്ട് സംഹരിക്കാൻ ആഗ്രഹിച്ച കൃഷ്ണൻ മുനിമാരെ അതിനായിട്ട് തയ്യാറാക്കി. വിശ്വാമിത്രൻ, കണ്വൻ, വസിഷ്ഠൻ ഇങ്ങനെയുള്ള മഹർഷി ശ്രേഷ്ഠന്മാരെയാണ് അതിനു വേണ്ടിയിട്ട് ഭഗവാൻ നിയോഗിച്ചത്. അങ്ങനെ അവരൊരു നാൾ ആ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. അവർ അവിടെ അങ്ങനെ അവർ ആ ഭഗവാന്റെ ആഗ്രഹം പോലെ അവിടെ എത്തിച്ചേർന്ന ആ മുനിമാർ പിണ്ടാരകമെന്ന ആ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കെ അതിന് അവിടെ ഉണ്ടായിരുന്ന ആ യദുക്കൾക്ക് ഇവരെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ അവരുടെ കൂട്ടത്തിലെ ആ സാമ്പൻ എന്ന ഒരാളെ സ്ത്രീവേഷം കെട്ടിച്ച് അവരുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് മുനിമാരോട് ചോദിച്ചു, ഈ കല്യാണഗാത്രി ഈ സ്ത്രീ പ്രസവിച്ചാൽ അത് അതിലുണ്ടാവുന്ന കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്ന് ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞു. എന്നാൽ വളരെ കഴിവേറിയ ആ മുനിമാർ, അല്ലെങ്കിൽ തങ്ങളുടെ ജ്ഞാനശക്തിയാൽ ആ മുനിമാർക്ക് യദുക്കൾ തങ്ങളെ കളിപ്പിക്കുകയാണ്, പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലായി. അവർ അങ്ങനെ ആ മുനിമാർ പറഞ്ഞു, മഠ്യന്മാരെ, നിങ്ങളുടെ വംശം മുടിക്കുന്ന ഒരു ഉലക്കയെ ഈ സ്ത്രീ പ്രസവിക്കും എന്ന് അവർ പറയുണ്ടായി. ഏവം പ്രലബ്ധാ മുനയസ്തനൂജു കുപിതാ നൃപ ജനയിഷ്യതിവോ മന്ദാമുസലം കുലനാശനം. ആ കുലത്തിൻ്റെ നാശത്തിന് തന്നെ, നിങ്ങളുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു ഉലക്കയാണ് ഇവൾ പ്രസവിക്കുക എന്ന് മുനിമാർ ആ യദുക്കളോട് പറയുകയുണ്ടായി. അത് കേട്ട ഉടനെ അവർ യദുക്കൾ വേഗം സാമ്പൻ്റെ ആ സ്ത്രീവേഷം അഴിച്ചു വെച്ചു. അപ്പോഴേക്കും
അതിനുള്ളിൽ ഒരു ഉലക്ക, അത് ഉലക്കയെ പ്രസവിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവർ ആ യാദവ സദസ്സിൽ അറിയിച്ചു. എല്ലാവരും വളരെ ഭയത്തോടെ, എല്ലാവർക്കും വളരെയധികം ഭയമുണ്ടായി. പിന്നീട് ആ യാദവ രാജാവായ ഉഗ്രസേനൻ്റെ നിർദ്ദേശത്തോടെ ആ ഉലക്ക രാഗി പൊടിച്ച് കടലിലൊഴുക്കി. അതിൽ ഒരു പൊടിക്കാൻ പറ്റാതിരുന്ന ഒരു ലോഹ ശകലം ബാക്കി വന്നു. അത് കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ ആ കടലിലേക്ക് എറിഞ്ഞ ആ പൊടിച്ച പൊടികളൊക്കെ കരയിലേക്ക് അടിഞ്ഞു. അത് എകരപ്പുല്ലുകളായിട്ട് മാറി. പിന്നീട് ആ പൊടിക്കാൻ പറ്റാതിരുന്ന ആ ലോഹ കഷ്ണം, മിച്ചം വന്ന ലോഹ കഷ്ണം, അത് ഒരു മീൻ വിഴുങ്ങി. ആ മീനിനെ ഒരു മുക്കുവൻ വലയിൽ പിടിച്ചു. ആ മീനിനുള്ളിൽ നിന്ന് കിട്ടിയ ലോഹ ഖണ്ഡം ആ മുക്കുവൻ ഒരു വേടന് വിൽക്കുകയുണ്ടായി. അവൻ അതുകൊണ്ട് ഒരു മുനയുണ്ടാക്കി, ഒരു ശരമുണ്ടാക്കി അസ്ത്രത്തിൽ പിടിപ്പിച്ചു. അങ്ങനെ എല്ലാം അറിയുന്ന ആ ഭഗവാൻ കൃഷ്ണൻ ആ വിപ്രശാപം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായില്ല. ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തധന്യത കർത്തും നൈച്ഛതി വിപ്രശാപം കാലരൂപന്വമോദത. അങ്ങനെ ഈശ്വരനും കാലാനുസരണമായ നാശത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഈശ്വരനും അതിനെ അനുമോദിച്ചു. സാധാരണ ജീവികളെ ബാധിക്കുന്ന എൻ്റേതെന്നും ഞാനെന്നുമുള്ള ഭാവം ഈശ്വരനില്ല. ആ സാക്ഷാൽ ഈശ്വരൻ തന്നെ ആണ് ശ്രീകൃഷ്ണൻ. തെറ്റുകൾ ചെയ്യുന്നവർ ഈശ്വര ശിക്ഷയ്ക്ക് പാത്രമാകും. മഹത്തുക്കളെ അപമാനിക്കുന്നതും ഈശ്വരനെ നിന്ദിക്കുന്നതും വാസ്തവത്തിൽ ഒന്നു തന്നെ എന്നുള്ള തത്വങ്ങൾ ആണ് ഈ ഏകാദശ സ്കന്ധത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. അതിവിനയിയും ജ്ഞാനിയുമായ അങ്ങേക്കും ഇതാ ബ്രാഹ്മണശാപം അവിവേകം നിമിത്തം സംഭവിച്ചു. എന്നാൽ ആ പരീക്ഷിത മഹാരാജാവിനോട് ആ മുനി പറയുകയാണ്, പക്ഷേ അങ്ങേപ്പോലെ ആ ന്യായമായ ധൈര്യം യാദവന്മാർക്കുണ്ടായില്ല. ഇത്രയും പറഞ്ഞാണ് ഏകാദശ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.